ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ സെക്കൻഡ് വീഡിയോ. അപ്പോൾ ഞാൻ ഒരു 2-3 മന്ത്സ് മുന്നേ എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. ഞാൻ എക്സാമും കാര്യങ്ങളൊക്കെ ആയി വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ജിമ്മ് നിർത്തി. ഇപ്പോൾ ഒരു ഹോം വർക്കൗട്ട് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കാലിസ്തെനിക്സ് പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഹോം വർക്കൗട്ട് സെറ്റപ്പ് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രീ വർക്കൗട്ട് മീൽ എടുക്കാം, എന്നിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രീ വർക്കൗട്ട് എടുക്കാൻ പോണത് അമൃതം പൊടി ഇല്ലേ, ഈ നഴ്സറിയിലൊക്കെ കിട്ടും. അമൃതം പൊടി ഒരു 2 ടേബിൾ സ്പൂൺ അമൃതം പൊടി എടുക്കാം. ഓക്കെ, പിന്നെ 1 ബനാന എടുക്കാം. പിന്നെ കുറച്ച് സീഡ്സും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. സീഡ്സ് നമുക്ക് പംകിൻ, ചിയ സീഡ്, ഫ്ലെക്സ് സീഡ്, അങ്ങനെ ഓരോ സീഡ്സ് ഉപയോഗിക്കാം. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ മിൽക്ക് അങ്ങനെ ആഡ് ചെയ്യാറില്ല, ഇടയ്ക്കാണ് ആഡ് ചെയ്യാറുള്ളൂ. പിന്നെ കുറച്ച് വെള്ളം, കുറച്ച് ബദാം, കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്യാം, ഹെൽത്തി ആയിക്കോട്ടെ. നിങ്ങളുടെ അടുത്തുള്ള നട്ട്സും പിന്നെ ഡേറ്റ്സും അതൊക്കെ ആഡ് ചെയ്യാം. ആൽമണ്ട്, പിന്നെ കാഷ്നട്ട്, അങ്ങനെ എല്ലാം ചേർത്തോളൂ. പിന്നെ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇതാണ് നമ്മുടെ പ്രീ വർക്കൗട്ട് കേട്ടോ. ഞാൻ എന്നും ഇങ്ങനെ ഓരോന്ന് കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ് വർക്കൗട്ട്. ജസ്റ്റ് പ്രീ വർക്കൗട്ട് എന്തെങ്കിലും ഒന്നും എടുക്കാണ്ട് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. പ്രീ വർക്കൗട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കണം. ഞാൻ മുന്നേ അങ്ങനെയായിരുന്നു, ഒന്നും കഴിക്കാണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഒരു പഴം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഒരു പഴമെങ്കിലും കഴിച്ചിട്ട് വേണം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ പ്രീ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ വർക്കൗട്ട് ചെയ്യണേ. ഇപ്പം ജിമ്മിൽ പോകണില്ലല്ലോ, അപ്പോൾ ഞാൻ ഇവിടെ കുറേ ഒരു ബാറും പിന്നെ കുറച്ച് വെയ്റ്റ്സൊക്കെ ഉണ്ട്. ഞാൻ വെയിറ്റ് അങ്ങനെ അധികം അടിക്കണില്ല, കൂടുതൽ സ്ട്രെങ്ത്ത് ബിൽഡ് ചെയ്യാൻ, കാലിസ്തെനിക്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു പുള്ളപ്പ് ബാർ കണ്ടില്ലേ, അങ്ങനെ വർക്കൗട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം എന്നും ഞാൻ പുള്ളപ്പും പുഷപ്പും സ്ക്വാട്ടും ഞാൻ എന്നും ചെയ്യും കേട്ടോ. ഞാൻ ഏത് വർക്കൗട്ടാണെങ്കിലും പുള്ളപ്പും പുഷപ്പും സ്ക്വാട്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ബാക്കി എല്ലാ വർക്കൗട്ടും ചെയ്യാറുള്ളൂ. അതാദ്യം ഒരു 50 മിനിറ്റ്സ് 3 സെറ്റ് പുള്ളപ്പ്, 3 സെറ്റ് പുഷപ്പ്, പിന്നെ 3 സെറ്റ് ഡിപ്സ് അല്ലെങ്കിൽ സ്ക്വാട്ട്, ഏതെങ്കിലും ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പുള്ളപ്പ് അടിക്കാം. അങ്ങനെ 3 സെറ്റ് പുള്ളപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് പുഷപ്പ് 3 സെറ്റ് അടിക്കാം.
അങ്ങനെ പുള്ളപ്പ്, പുഷപ്പ്, സ്ക്വാട്ട് അങ്ങനത്തെ വാംസൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ചെറുതായി ഹാൻഡ് സ്റ്റാൻഡും ഫ്രണ്ട് ലിവറും പിന്നെ ഡംബിൾസ് എടുത്ത് ഇന്നലെ ഷോൾഡർ കളിച്ചു. ഇന്നിപ്പോൾ ബൈസിന് അടിക്കണമെന്നാണ് വിചാരിക്കുന്നത്, ബൈസെപ്സ് അടിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഹാൻഡ് സ്റ്റാൻഡൊക്കെ ചെറുതായി ഇങ്ങനെല്ലാം പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇനി ഫ്രണ്ട് ലിവർ ചെയ്യാം. ഞാൻ ആദ്യം ഫസ്റ്റ് തീരെ പറ്റിയിരുന്നില്ല. ഫസ്റ്റ് ഞാൻ ഈ റെസിസ്റ്റൻസ് ബാൻഡ് ജസ്റ്റ് ഇങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഇങ്ങനെ 2 ലെയറാക്കിയിട്ട് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കാല് മുട്ട് മടക്കിയിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ ചെയ്ത് ഇപ്പോൾ ഈ ഒരു ലെവലായിട്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് ഹോൾഡ് ചെയ്യാൻ പഠിക്കണം. ഹോൾഡ് ചെയ്തിട്ട് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ലിവർ പഠിക്കാം. പരമാവധി നമുക്ക് പറ്റണ പോലെ ചെയ്യാം. എനിക്ക് തീരെ ഇത് ബാലൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ബാലൻസ് ഉണ്ട്, പക്ഷെ ചെറിയൊരു പേടി, ഇങ്ങനെ ബാക്കോട്ട് മറിയുന്ന ഒരു പേടി ഉള്ളതുകൊണ്ട് ഞാൻ ബോളിൻ്റെ അവിടെ നിന്നിട്ടാണ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മെല്ലെ ശരിയാവും. ആദ്യം തീരെ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ബാലൻസ് ചെയ്ത് കുറേ നാൾ പിടിക്കും, പക്ഷെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും കാലിസ്റ്റനിക്സ് തുടങ്ങാം. കാലിസ്റ്റനിക്സാണ് സ്ട്രെങ്ത്ത് നല്ല രീതിക്ക് ബിൽഡ് ചെയ്യുക. കുറേ മസിൽ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മസിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കാലിസ്റ്റനിക്സും തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ചെയ്യും. ഫ്രണ്ട് ലിവർ, പിന്നെ എൽസിറ്റ്, പിന്നെ ഹാൻഡ് സ്റ്റാൻഡ്, പിന്നെ പ്ലാങ്കിങ് ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്ലാങ്ക് നല്ല ബുദ്ധിമുട്ടാണ്. കയ്യിന് വലിയ സ്ട്രെങ്ത്ത്, ബോഡി ഇതാക്കാനുള്ളൊരു സ്ട്രെങ്ത്ത് ആവുന്നേ ഉള്ളൂ. അപ്പോൾ പ്ലാങ്ക് ഇത് കഴിഞ്ഞാൽ ഇതെല്ലാം പഠിച്ചിട്ട് വേണമെങ്കിൽ പ്ലാങ്കും ഹ്യൂമൻ ഫ്ലാഗും പഠിക്കണം, എല്ലാം പഠിക്കണം. അപ്പോൾ ഇനി നമുക്ക് ബൈസെപ്സിന് അടിക്കാം. ബൈസെപ്സിന് ആദ്യം ബാർബൽ അടിക്കാം. ബാർബൽ വലിയ വെയിറ്റ് ഇല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. ഇപ്പം എനിക്ക് തീരെ വെയിറ്റ് ഇല്ല. വെയിറ്റിനെ കൂട്ടി വരണം എന്നുണ്ട്. ആദ്യം ഞാൻ ഇത് വലിയ വെയിറ്റ് ഇല്ല, എന്നാലും മെല്ലെ സ്ലോലി അടിച്ചു കഴിഞ്ഞാൽ നന്നായി കിട്ടും.
പരമാവധി ഫെയിലിയർ വരെ അടിക്കാം. ഓക്കെ, പിന്നെ ചിന്നപ്പ് ബൈസെപ്സിന് ഏറ്റവും എഫക്റ്റീവ് വർക്കൗട്ടാണ്. അപ്പോൾ എല്ലാവരും ചിന്നപ്പ് കൂടുതലടിക്കുക. ഞാനൊക്കെ ജിമ്മിൽ പോകുന്ന ടൈമിൽ ബൈസെപ്സിന് അടിക്കാൻ പറയുമ്പോൾ ആരും ചിന്നപ്പൊന്നും അടിക്കുന്നത് കണ്ടിട്ടില്ല. ചിന്നപ്പ് ബൈസെപ്സിന് ഏറ്റവും എഫക്റ്റീവ് വർക്കൗട്ടാണ്. ചിന്നപ്പ് അടിക്കാം. ഗൈസ്, ബാർബൽ അടിച്ചു. ഇനി ഡംബൽ അടിക്കാം. ഡംബൽ ഇന്നർ കേൾസ് അടിക്കാം. അങ്ങനെ ഉള്ളിക്ക് കേളിയുന്ന രീതിയിൽ ഡംബൽ അടിക്കാം. ഓക്കെ, ഞാൻ എക്സാമിന് ജിമ്മിൽ പോവാഞ്ഞത് ജിമ്മും ഡയറ്റും നമ്മൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ എന്തായാലും ഡയറ്റ് നന്നായി ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ബോഡി ഉണ്ടാവില്ല. കുറേ ജിമ്മിൽ പോയിട്ട് ഒരു കാര്യമില്ല. ഡയറ്റ് പ്രോപ്പർ ആണെങ്കിൽ ജിമ്മിൽ പോയോ അത്യാവശ്യം ബോഡി ഉണ്ടാവുള്ളൂ. അപ്പോൾ ജിമ്മിൽ പോകാനും ഡയറ്റ് കീപ്പ് ചെയ്യാനും പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹോം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഡയറ്റല്ലേ നോക്കണ്ടോ. അപ്പോൾ ഞാൻ ഡയറ്റ് ഫോക്കസ് ചെയ്ത് ഹോം വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വർക്കൗട്ടും ആയി ഡയറ്റും ആയി. അപ്പോൾ അത്യാവശ്യം റിസൾട്ട് വന്നു തുടങ്ങി. മറ്റേത് ജിമ്മിൽ പോകലും ഡയറ്റും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് റിസൾട്ട് തീരെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു 2 months മുന്നേ 5 months ജിമ്മിൽ പോയതായിരുന്നു. അധികം റിസൾട്ടൊന്നും കണ്ടിരുന്നില്ല. കാരണം എൻ്റെ കൂടെയുള്ള കൂട്ടുകാരന്മാരൊക്കെ നല്ല റിസൾട്ട് വന്നു. കാരണം ഡയറ്റ് പ്രോപ്പറാണ്. ഗൈസ്, നമ്മുടെ ക്യാമറമാനെ കാണിച്ചു തരാം. ക്യാമറമാൻ ഹായ് പറയൂ. ഹായ്. ക്യാമറമാൻ പിസ്ത കഴിക്കാണ്. പിസ്ത ഡയറ്റിൽ ആഡ് ചെയ്യാൻ പറയും. ആ, നമ്മുടെ ക്യാമറമാനാണ്. കോശി എന്നാണ് പേര്. കോശി. ബ്രീത്തിങ് നന്നായി ചെയ്യാട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇവിടെ നല്ല വേദനയായിട്ട് ഞാൻ പുള്ളപ്പ് എന്നും ചെയ്യുമ്പോൾ ബ്രീത്തിങ് തെറ്റിയിട്ട്, അതായത് നമ്മ മോളിക്ക് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണമായിരുന്നു. ഞാൻ മോളിക്ക് പോകുമ്പോൾ ബ്രീത്ത് ഇന്നാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ വന്നിട്ട് എനിക്കിവിടെ നല്ല പെയിനായിരുന്നു. ഇപ്പോൾ ബ്രീത്തിങ് കറക്റ്റ് ചെയ്തപ്പോൾ വേദനയില്ല. ഡോക്ടർ പറഞ്ഞു മരുന്നൊന്നും വേണ്ട, നീ ബ്രീത്തിങ് കറക്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ബ്രീത്തിങ് കറക്റ്റാക്കാൻ നോക്കുക. ബ്രീത്തിങ് നമ്മൾ എന്തും പുഷ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. കാരണം നമ്മൾ പുഷ് ചെയ്യുന്ന ടൈമിൽ പ്രഷർ നന്നായി കൊടുക്കില്ലേ. പ്രഷർ കൊടുക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് വേണം ചെയ്യാൻ. പ്രഷർ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ തന്നെ ബ്രീത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല ഇഞ്ചുറി വരും. അതാണ് മിക്ക ആൾക്കാരുടെയും പ്രശ്നം. ഓക്കെ,
ബ്രീത്തിങ് കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. എനിക്ക് ഇതുപോലെ മുന്നേ പുഷപ്പ് അടിക്കുമ്പോൾ എനിക്ക് ഉളുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക, ബ്രീത്തിങ് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ ഡൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ജിമ്മിൽ പോകാത്തതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാതിരിക്കരുത്. വീട്ടിൽ മെല്ലെ തുടങ്ങുക. പുഷപ്പ്, പുള്ളപ്പ് നമ്മുടെ റൂമിലെ റാക്കുമ്പോൾ ചെയ്താലും മതി. ഞാനൊക്കെ ആദ്യം അങ്ങനെ ചെയ്തു തരുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.